ഇപ്പോൾ നമുക്ക് മെസ്സിയുടെ ടീം എന്ന തരത്തിൽ അർജൻറ്റീനയോടുള്ള സ്നേഹം കോഹ്ലിയുടെ ടീം എന്ന തരത്തിൽ ബാംഗ്ലൂരിനോടുണ്ട്. അത് കോഹ്ലിയുടെ ഫാൻ ബേസ് കൂടി IPLലെ ഈ ബാംഗ്ലൂർ ഫ്രാഞ്ചൈസിയുടെ ഫാൻ ബേസ് കൂട്ടുന്നതിൽ കാരണമായിട്ട് വേറൊരു ഇമോഷൻ കൂടിയുണ്ട്. അനുഷ്ക ശർമ്മയുടെ സാന്നിധ്യം. അനുഷ്ക ഈസ് എ ബാംഗ്ലൂരിയൻ. അവർ ബാംഗ്ലൂരിൽ ജനിച്ചു വരുന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂടുമ്പോൾ ഉണ്ടാകുന്നൊരു ആരാധക ഇമോഷൻ ഉണ്ടല്ലോ. ആ ഇമോഷനാണ് ഇത്രയധികം മനുഷ്യരവിടെ എത്തിച്ചത്. 18 വർഷമായി കാത്തിരിക്കുന്ന കപ്പ്. ഇന്നലെ ആ സംഭവം നടക്കുന്ന ദിവസം ബാംഗ്ലൂർ മെട്രോയിൽ 3 ഇരട്ടി ആളുകളാണ് മെട്രോയിൽ യാത്ര ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ സാധാരണ 3 ലക്ഷം പേര് യാത്ര ചെയ്യുന്നത് 9 ലക്ഷം പേര് യാത്ര ചെയ്തു. അതിനർത്ഥം അത്രയും ആളുകൾ, ചിലപ്പോൾ എല്ലാവരും അവിടെ എത്തിക്കാണമെന്നില്ല, അത്രയും ആളുകൾ എന്താണ് ആഹ്ലാദഭരിതരായി പുറത്തേക്ക് ഇറങ്ങി. ഈ ഇന്ത്യ നമുക്കറിയാം, ഇന്ത്യ ഈ സ്റ്റാമ്പേഡ് സ്ഥിരമായി നടക്കുന്ന ഒരു രാജ്യമാണ്. അതിലൊരു 70% സ്റ്റാമ്പേഡുകൾ നടക്കുക ഈ മതപരമായ ആൾദൈവങ്ങളുടെയും മതപരമായ പരിപാടികളിലാണ്. ഇപ്പോൾ കുംഭമേളയിൽ നടന്ന് നമുക്ക് ശ്രദ്ധിച്ചതാണ്. കുംഭമേളയിൽ നടന്നു. അതിനുശേഷം കുംഭമേളയുടെ തിരക്കിനിടയ്ക്ക് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റാമ്പേഡ് നടന്നു. നേരത്തെ ചൂണ്ടിക്കാട്ടില്ല, അല്ലു അർജുൻ്റെ സംഭവത്തിലുണ്ടായി. അപ്പോൾ കുംഭമേളയിലെ സ്റ്റാമ്പേഡിന് കാരണം യോഗി ആദിത്യനാഥ് ആണെങ്കിൽ ഇവിടെ അതിൻ്റെ കാരണം സിദ്ധരാമയ്യ തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു രാഷ്ട്രീയ നേതൃത്വം അതിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. ഇന്ന് സിദ്ധരാമയ്യ പറയുന്നത് കുംഭമേളയിൽ നടന്നിട്ടില്ല, ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നില്ലേ. ഇതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, സാധാരണ നടക്കുന്ന കാര്യമാണെന്നുള്ള രീതിയിൽ അതിനെ ലഘൂകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലു അർജുനെതിരെ ആ കാര്യത്തിൽ കേസെടുക്കാമെങ്കിൽ ഇവിടെ അങ്ങനെ എടുക്കണം. ഇതിൻ്റെ സംഘാടകരാരാണ്? കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ്. എങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കുള്ളൂ. കാരണം എത്ര പേര് അവിടെ വരും എന്നുള്ള ഒരു ഗ്രാഹ്യവും ഇല്ലാതെ എല്ലാവരും വന്നോളൂ, ഫ്രീ പാസ് ഉണ്ട് എന്ന് പറയുന്ന അത്രയും ഇമോഷണലായിട്ടുള്ള ഒരു ഇവൻറ്റിലേക്ക് ആളുകളെ വരാൻ ക്ഷണിക്കുന്നതിന് വലിയ കുറ്റകൃത്യമാണ്. അതവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമല്ല. കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ സർക്കാരിന് അതിൽ ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളുടെ ജീവനും സുരക്ഷയും സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനാണല്ലോ. അപ്പോൾ സിദ്ധരാമയ്യ കൈയെഴുതുന്നത് ശരിയല്ല. അല്ലു അർജുൻ്റെ സംഭവത്തിൽ അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നെങ്കിൽ കുംഭമേളയിലെ തിക്കിലും നിരക്കിനും യോഗി ആദിത്യനാഥ് ഉത്തരവാദിയാണെങ്കിൽ ഇവിടെ സിദ്ധരാമയ്യ അതിന് ഉത്തരവാദിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസാണ് പറഞ്ഞത് നോ എന്ന് പറഞ്ഞത്. ആ നോ പറഞ്ഞിട്ടും അവിടെ പരിപാടി നടക്കാൻ അനുവദിച്ചത് തന്നെ വലിയ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, IPLൽ ഈ ബാംഗ്ലൂരു ടീമിന് ഇത്രയധികം ഫാൻ ബേസ് ഉണ്ടെന്നുള്ളത് ഒരുപക്ഷെ അവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. അതായത് ഈ ഒരു കപ്പ് ഇത്ര വലിയ ഇമോഷണൽ പ്രശ്നമാണെന്നും 35,000 പേരിൽ കൂടുതൽ അവിടെ വരില്ല എന്നിവർ ചിന്തിച്ച് കാണുമായിരിക്കും ഒരുപക്ഷെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനോ. കാരണം IPLന് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നും ഇത്രയധികം ഫാൻ ബേസ് ഉള്ള ടീമാണെന്നുള്ളതും ഇവർക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ മെസ്സി കൊച്ചിയിൽ വരുവാണെന്നിരിക്കട്ടെ. മെസ്സി കൊച്ചിയിൽ വരുവാണെങ്കിൽ അവിടെ എത്ര പേര് കൂടും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യമുണ്ടല്ലോ. ആ ഒരു കാൽക്കുലേഷൻ അവിടെ ഉണ്ടായില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ടെലിവിഷനിൽ ക്രിക്കറ്റ് കാണുന്ന ആളുകൾ എത്ര പേരുണ്ടാവും, അതിന് ഫാൻ ബേസ് എത്ര ഉണ്ടാവും, സോഷ്യൽ മീഡിയയിൽ അവർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അതുകൂടാതെ വിരാട് കോഹ്ലിക്കും അനുഷ്കയ്ക്കുമുള്ള ഫാൻ ബേസ് എത്രയാണ്, ഇതെല്ലാം ചിന്തിക്കണമല്ലോ. അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് ഇത് ഓട്ടാന നടത്തിക്കളയാം എന്നുള്ള തീരുമാനമാണ്. അവിടെയാണ് ഈ കാൽക്കുലേഷൻ പാളുന്നത്. ഒരു തരത്തിലുള്ള പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും ശ്രദ്ധിക്കാതെ ആ പരിപാടി നടത്തുന്നത് തന്നെയാണ് പ്രശ്നം. ഇതിൽ കർണാടക സർക്കാർ പ്രതികളാണ്, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിയാണ്. ഇപ്പോൾ എന്തോ ഒരു മജിസ്ട്രേറ്റിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ മജിസ്ട്രേറ്റ് അന്വേഷണം എവിടം വരെ ആവും എന്നുള്ളത് നമുക്കറിയാം. എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനി ആവർത്തിക്കരുത്. IPLൻ്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായിരിക്കും.